വെള്ളാരംകുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ. വെള്ളാരംകുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ. അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കും. അതിനു മുമ്പ് ഈ വേദിയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ പ്രകാശരശ്മികളും അണച്ചു തന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാടകം ഇതൊരു കാലഘട്ടത്തിൻ്റെ ആത്മാവിഷ്കാരമാണ്. പ്രത്യയശാസ്ത്രവും പുരോഗതിയും സന്നിവേശിപ്പിച്ച് കാലത്തിനോട് കലഹിച്ചുകൊണ്ട് നാടകം ഇന്നും സമൂഹത്തിനോട് സംവദിക്കുന്നു. നല്ല കാലം വരുവതിനായി കൊണ്ട് ചൊല്ലിടേണം ശീലങ്ങള്. നല്ല കാലം വരുവതിനായി കൊണ്ട് ചൊല്ലിടേണം ശീലങ്ങള്. പോകണം, ഇല്ലെങ്കിൽ രാജഗിരി വിശ്വനാഥൻ എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് എനിക്ക് പത്രസമ്മേളനം വിളിച്ച് അറിയിക്കേണ്ടി വരും. ഒരുപാട് വാർത്താ പ്രാധാന്യം കിട്ടിയത് നാറ്റിക്കരുത്. ഞാൻ പത്രസമ്മേളനം നടത്തി വെളിപ്പെടുത്തേണ്ട ഒരു എക്സ്ക്ലൂസീവ് വാർത്തയുണ്ട്. പക്ഷെ എനിക്കതിന് കഴിയില്ല. കാരണം ഇവളെന്റെ മകളാണ്. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും കാലഘട്ടത്തോടൊപ്പം സഞ്ചരിച്ച നാടകം സാധാരണക്കാരൻ്റെ മാധ്യമമായി. അടിച്ചമർത്തപ്പെട്ടവൻ്റെ വേദനയ്ക്കുമേലും പീഡിതൻ്റെ യാതനയ്ക്കുമേലും നാടകം സ്വാന്തനമേകി നിലകൊണ്ടു. ഊർദ്ധം വലിക്കുന്നവൻ്റെ ഊഷര ചിന്താധാരയിലേക്ക് ഊക്കോടെ പ്രഹരമേൽപ്പിക്കാൻ ഒരു കാലഘട്ടത്തിലെ നാടകങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബലികുടീരങ്ങളെ 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 മരണകളിലമ്പൂരണ സ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർക്കുന്നു നിങ്ങളിൽ സമരപുളകങ്ങളും ദൂരമാലകൾ ബലികുടീരങ്ങളെ. ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി. നാടകം ജീവിത സബരിയാക്കിയ ഒരു ജനത. കേരളക്കരയെന്ന മലയാള മണ്ണിൻ്റെ ചൂടും ചൂരും വാരിപ്പുണർന്ന് അരങ്ങിലും അണിയറയിലും ജീവിച്ച് കാലചക്രത്തിൻ്റെ പകലിരവുകളിൽ മലയാള നാടകത്തിനെ സമ്പുഷ്ടമാക്കി കൊഴിഞ്ഞുപോയ പ്രതിഭാധനരായ അതികായന്മാരുടെ സമർപ്പണം മലയാള നാടക ചരിത്രത്തിന് വെള്ളവും വളവുമേകി. തമിഴ് നാടകകാലത്തു നിന്നും മലയാളത്തനിമയുടെ നാടകത്തിന് മലയാള അക്ഷരപ്പൂക്കളൊരുക്കിയ
അക്ഷരത്തമ്പുരാക്കന്മാരുടെ ഗണത്തിലേക്കാണ് 2 പതിറ്റാണ്ട് മുൻപ് ഫ്രാൻസിസ് എന്ന കൊച്ചു പയ്യൻ തൻ്റെ നാരായം കൊണ്ട് ഇറങ്ങിത്തിരിച്ചത്. അരങ്ങിനാർദ്രമായ നാടൻ ശീലുകൾ കൊണ്ടെഴുതിയ പ്രയോഗങ്ങൾ അന്നുവരെ അന്യമായിരുന്ന കാലത്തിലേക്കാണ് സുഹൃതാക്ഷരങ്ങളുടെ ഒരു നൂതന ശൈലിയുമായി ഇടം തേടാൻ അമാന്തിച്ച് ഫ്രാൻസിസ് തൻ്റെ തൂലിക കയ്യിലെടുത്തത്. നാടകം എനിക്ക് പാരമ്പര്യമായി കിട്ടിയതാണ്. എൻ്റെ അമ്മൂമ്മയുടെ ആങ്ങളയായിരുന്നു യേശുദാസിൻ്റെ അപ്പൻ. അവർ ഫസ്റ്റ് കസിൻസാണ്. എൻ്റെ ഗ്രാൻഡ് മദർ അവരുടെ അപ്പൻ്റെയും യേശുദാസിൻ്റെ അപ്പൻ്റെയും ഒക്കെ കഥകൾ എൻ്റെ വളരെ കൊച്ചിലെ തന്നെ എന്നോട് പറഞ്ഞു തരുമായിരുന്നു. എൻ്റെ അമ്മൂമ്മയുടെ അപ്പൻ ആ കാലഘട്ടത്തിലെ ചവിട്ടുനാടകക്കാരനായിരുന്നു. ഗുലേബക്കാവലി, കാറൽസ്മാൻ ചരിതം എന്നീ നാടകങ്ങളിൽ എൻ്റെ അമ്മൂമ്മയുടെ അപ്പൻ നാടകം കളിച്ചത് അമ്മൂമ്മ ആ കാലഘട്ടത്തിലെ ചവിട്ടുനാടകത്തിൻ്റെ പാട്ടുകൾ പാടിക്കൊണ്ട് ഭാവഹാവാദികളോടെ തുള്ളി എൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവർക്കുണ്ടായിരുന്ന കൊച്ചുമക്കളിൽ മുഴുവൻ പേരെക്കാട്ടിൽ കൂടുതലായി അവരെന്നെ സ്നേഹിക്കുകയും എനിക്ക് കഥ കേൾക്കാനുള്ള എൻ്റെ വാസനയെ അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ കഥകൾ, അവർ പറയുന്ന കഥകൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഏതോ കാലത്ത് 3 പൈസയുടെ കാർഡിൽ യേശുദാസിൻ്റെ അപ്പൻ അമ്മൂമ്മയ്ക്ക് എഴുതിയ കത്ത്, പെങ്ങളെ ഞാൻ നാടകം കളിക്കാൻ വരുന്നുണ്ട്, വീട്ടിൽ വരും, ഭക്ഷണം ഒരുക്കി വെച്ചേക്കണം എന്ന് പറഞ്ഞ് യേശുദാസിൻ്റെ അപ്പൻ അമ്മൂമ്മയ്ക്ക് എഴുതിയ കത്ത് എന്നെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു നിധി പോലെ അവർ ഒരു പെട്ടിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു, ഇരുമ്പ് പെട്ടിക്കകത്ത്. ഒരുപക്ഷെ ഞങ്ങളുടെ പാരമ്പര്യമായി എൻ്റെ അമ്മൂമ്മയിൽ നിന്ന് അവരുടെ അപ്പനിൽ നിന്ന് ഒക്കെ പകർന്നു കിട്ടിയതാണ് എനിക്ക് നാടകമെന്ന കലയോടുള്ള വാസനയും നാടകം എഴുതാനുള്ള കഴിവും. ഒരു നാടക പ്രവർത്തകനായി ഇന്നറിയപ്പെടുന്നത് എനിക്ക് ജനിതകമായി കിട്ടിയ ഒരു കഴിവും ഒരു അനുഗ്രഹവുമാണ്. ആ കാലത്ത് എൻ്റെ കൊച്ചിലെ ഒരു കൗതുകമുണ്ട്. എൻ്റെ പപ്പയുടെ പേര് ടെറൻസ് ഫെർണാണ്ടസ്. ഒരുമാതിരി ആർക്കും ആ പേര് ആ കാലത്ത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ എൻ്റെ അമ്മൂമ്മയോട് ചോദിച്ചു, എൻ്റെ അപ്പൻ എന്താണ് ടെറൻസ് എന്ന് പേരിട്ടത്? അന്ന് ഈ 7-ാം ദിവസം കുട്ടികളെ ജ്ഞാനസ്നാനം ചെയ്യണം, മാമോദീസ. അമ്മൂമ്മ 14-ാമത്തെ വയസ്സിൽ പ്രസവിച്ച മകനാണ്, മൂത്ത മകനാണ് എൻ്റെ അപ്പൻ. 7-ാം ദിവസം കുഞ്ഞിനെയും കൊണ്ട് പള്ളിയിൽ ചെന്നപ്പോൾ ഒരു സായിപ്പാണ് അച്ഛൻ. അച്ഛൻ ചോദിച്ചു, കുട്ടിക്ക് എന്താണ് പേര്? പേര് തീരുമാനിച്ചിട്ടില്ല. അന്നത്തെ കാലത്ത് പേരിടാനുള്ള അവകാശം അച്ഛന്മാർക്കാണ്. അച്ഛൻ ഈ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ടെറൻസ് എന്ന് പേരിട്ടു. അങ്ങനെയാണ് എൻ്റെ അപ്പന് ടെറൻസ് എന്ന് പേരുണ്ടാകുന്നത്. പിൽക്കാലത്ത് ഞാൻ വായിച്ചെടുക്കുന്നു, BC 4-ാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന വളരെ പ്രശസ്തനായ ഒരു നാടകകൃത്തിൻ്റെ പേരാണ് ടെറൻസ്. എൻ്റെ അപ്പൻ്റെ തലയിലേക്ക് വളരെ പ്രശസ്തനായ ഒരു നാടകകൃത്തിൻ്റെ പേര് ഒരു പാതിരി അടിച്ചേൽപ്പിക്കുമ്പോൾ കാലങ്ങൾക്ക് ശേഷം ആ തലമുറയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകൻ ഒരു നാടകകൃത്തായി മാറുന്നു. ഒരുപക്ഷെ ദൈവത്തിൻ്റെയോ ചരിത്രത്തിൻ്റെയോ ഒക്കെ ഇടപെടലാവും. ആ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, എൻ്റെ അമ്മൂമ്മയെയും എൻ്റെ അപ്പനെയും എൻ്റെ അപ്പൂപ്പനെയും ഒന്നും അവരുടെ പേര് ഒരുപക്ഷെ അവർക്ക് പോലും അറിയില്ല. കാരണം ഈ ഇവിടുത്തെ മാവേലിക്കരയിലെയും പരിസര പ്രദേശങ്ങളിലെയും പൊതുസമൂഹം മുഴുവൻ അവരെ വിളിക്കുന്നത്, എൻ്റെ അപ്പനെ വിളിക്കുന്നത് സായിപ്പെന്നാണ്, എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ വിളിക്കുന്ന സായിപ്പെന്നാണ്, എൻ്റെ അമ്മൂമ്മയെ വിളിക്കുന്ന മാതാമ്മ എന്നാണ്. ഒരുപക്ഷെ അവർ പോലും അവരുടെ പേര് മറന്നു പോയിരിക്കാം. കാരണം ഞങ്ങളിന്ന് ആംഗ്ലോ ഇന്ത്യൻസാണ്. ആ സമൂഹത്തിൽ സായിപ്പെന്നും മദാമയെന്നും വിളിപ്പേരോടുകൂടി ഇങ്ങനെ കുറേ ജന്മങ്ങൾ ഈ സമൂഹത്തിൽ ജീവിച്ചു. ഇതൊക്കെ കണ്ടും ഇതൊക്കെ അനുഭവിച്ചും ഇതൊക്കെ ഓർമ്മകളിൽ സൂക്ഷിച്ചും ജീവിക്കുന്നത് കൊണ്ടാവും ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ ഇത്രയും കഥകളുടെ നിധികുംഭം ഉണ്ടായത്. അമ്മൂമ്മ പറയുമായിരുന്നു, എൻ്റെ അപ്പനും അപ്പൻ്റെ സഹോദരന്മാരും അവരുടെ കുടുംബമൊക്കെ ആ കാലഘട്ടത്തിൽ ഈ പോർച്ചുഗീസുകാരുടെ പിന്തുടർച്ച അവകാശപ്പെട്ടുകൊണ്ട് ചവിട്ടുനാടകങ്ങളുമൊക്കെ കളിക്കുമ്പോൾ പോലും
കൊച്ചി രാജാവിൻ്റെ പടയാളികളാണ്, ഞങ്ങൾ 500-കാരാണ് എന്നൊക്കെ പറയും. അവസാനം ഞാൻ ജനിക്കുകയും ഞാൻ വളരുകയും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, ഒരു 10 രൂപയുടെ വാടക വീട്ടിൽ, നല്ലൊരു മഴ പെയ്താൽ കൊടുകുട കരയുന്ന ഒരു കൊച്ചു വീട്ടിൽ, കരയാൻ മാത്രം അറിയുന്ന ഒരു അമ്മയ്ക്കും നിഷ്കളങ്കനായ ഒരു അപ്പനും ഒക്കെ ജനിച്ചു ഞാൻ. ആ എൻ്റെ മനസ്സിൽ നാടകവും ജീവിതവും കഥകളും ആരും പറയാതെ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും 1000 നാടകങ്ങൾക്ക് കഥ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ തേടുന്നതും ഞാൻ അന്വേഷിക്കുന്നതും ഞാൻ നോക്കുന്നതും ഞാൻ നടന്നു പോകുന്ന വഴിയിലുമൊക്കെ എൻ്റെ കഥാപാത്രങ്ങൾ എൻ്റെ മുന്നിലേക്ക് വന്നുപെടും. കഥ എൻ്റെ ജീവിതത്തിൽ ഞാൻ വ്യവഹരിക്കുന്ന ജീവിത മണ്ഡലങ്ങളിൽ നിന്നും എനിക്ക് കഥകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് 300 നാടകങ്ങൾ എഴുതി ഇപ്പോഴും അടുത്ത സീസണിലേക്ക് ഏതാണ്ട് 9ഓളം നാടകങ്ങൾക്ക് എഗ്രിമെൻ്റ് ചെയ്തുകൊണ്ട് 9ഓളം കഥകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ കൊച്ചുമുറിയിൽ കുറേ പുസ്തകങ്ങൾക്കിടയിൽ അടയിരിക്കുകയാണ്. കഥകൾക്ക് വേണ്ടി മുട്ടയ്ക്ക് മുകളിൽ പൊരുന്നക്കോഴി അടയിരിക്കുന്നത് പോലെ കഥകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് മേൽ, എൻ്റെ കിനാവുകൾക്ക് മേൽ പൊരുന്നയിരിക്കുകയാണ്. അങ്ങനെ പൊരുന്നയിരുന്ന്, അങ്ങനെ അടയിരുന്ന് എനിക്ക് വിരിഞ്ഞു കിട്ടുന്ന കൊച്ചു കൊച്ചു സ്വപ്നങ്ങളെ ഞാൻ എൻ്റെ ഭാവന കൊണ്ട് വലുതാക്കുന്നതാണ് എൻ്റെ ഓരോ നാടകങ്ങളും. ഓണാട്ടുകരയുടെ സ്പന്ദനം ആവാഹിച്ച ഈ മനുഷ്യൻ ഏകാന്തതയുടെ ഓരത്തിരുന്ന് ഉലയിലാട്ടിക്കുറുക്കിയെടുത്ത അക്ഷരങ്ങൾ കൊണ്ട് മലയാളത്തിൻ്റെ അരങ്ങിൽ ലാളിത്യത്തിൻ്റെ പൊൻശോഭ വിരിയിച്ച് അരങ്ങിന് മുന്നിലെ ആയിരങ്ങൾക്ക് സായുജ്യ നിമിഷങ്ങൾ സമ്മാനിക്കുന്നു. എന്താ ഈശോയെ എന്നോടിങ്ങനെ? എനിക്ക് എൻ്റെ ഈശോയെ മതി. ഞാൻ എത്ര പ്രാർത്ഥിച്ചു, ഞാൻ എത്ര കൊതിച്ചു, ഞാൻ എത്ര നോമ്പ് നോറ്റു. എന്നിട്ടും എന്താ ഈശോയെ അങ്ങനെ കൈവിടുന്നത്? ഞാനിനി എങ്ങനെ എന്നെ നിനക്ക് സമർപ്പിക്കേണ്ടത്? എൻ്റെ കർത്താവിൻ്റെ മണവാട്ടിയാകുന്നതിന് എനിക്കുള്ള തടസ്സം എൻ്റെ ശരീരമാണെങ്കിൽ നിന്റെ അടുത്തെത്താൻ ഞാൻ എന്നെ ഉമ്മത്തിയിലിട്ട് നീറ്റാൻ പോകുക. ആയിരങ്ങളുടെ ഒറ്റക്കണ്ണായ അരങ്ങിൽ നിന്നും പ്രസരിക്കുന്ന ഇലക്ട്രിക് പ്രകാശരശ്മികളോടൊപ്പം ഇരുട്ടിനെ കീറിമുറിക്കുന്ന വാഗ്ധോരണികളുടെ അകക്കാമ്പ് ഈ പ്രതിഭാധനന്റെ തൂലികാ മുനമ്പിൽ നുതിർന്നു തുടങ്ങിയിട്ട് ഇന്ന് 2 പതിറ്റാണ്ടിന് മുകളിലായി. KPAC-യിൽ നിന്നും തുടങ്ങിയ ഈ പ്രയാണം ഇന്നും തുടരുന്നതിൻ്റെ നിറഞ്ഞ ചാരിതാർത്ഥ്യത്തിലാണ് ഈ അക്ഷരഗുരു. ഇവിടെ അടുത്ത് AP ഗോപാലൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു പാട്ടെഴുത്തുകാരനുണ്ടായിരുന്നു. ഉഷസ്സേ നീ എന്നെ വിളിക്കുകയില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകയില്ല. വയലാറുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പൊന്നാപുരം കോട്ട പോലുള്ള സിനിമകൾക്ക് പാട്ടെഴുതിയ, അതുപോലെ തന്നെ ഇന്ന് റീമിക്സ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, അതൊക്കെ സാറിൻ്റെ വരികളാണ്. AP ഗോപാലൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു സ്ഥിരം സന്ദർശകനാണ് ഞാൻ. ആ സ്ഥിരം സന്ദർശനത്തിൽ അവിടെ വന്നു ചേരുന്നത് MK അർജുനൻ, AP ഗോപാലൻ, ചെങ്ങന്നൂർ തങ്കച്ചൻ, സണ്ണി അഞ്ചേരി, അന്നത്തെ കാലത്തെ റേഡിയോ നിലയത്തിന് അന്ന് TV ഒന്നുമില്ല, ARൻ്റെ ഡയറക്ടറായിരുന്ന ഐസക് സാറ്, ഇവരൊക്കെ വരുമ്പോൾ ഇവർക്കിടയിൽ ഞാൻ. അങ്ങനെയാണ് അവർ എന്നോട് നാടകം എഴുതാൻ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ എഴുതിയ ഒരു നാടകം KPAC സുലോചനയുടെ ആങ്ങളയോട് ചെന്ന് പറയുകയാണ്. ഇങ്ങനെ മാവേലിക്കരയിൽ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്, അവൻ നന്നായി നാടകം എഴുതും. ഒരു ദിവസം രാവിലെ KPAC സുലോചനയുടെ ആങ്ങള AP ഗോപാലൻ പറഞ്ഞിട്ടാണെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ വരിക. അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. അദ്ദേഹം ഒരു സംസ്കൃത അധ്യാപകനാണ്. നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുമൊക്കെ കണ്ടപ്പോൾ കയറി ഇരിക്കാൻ പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. ഒന്ന് ഇരുത്താനൊരു സൗകര്യമൊന്നുമില്ല.
അദ്ദേഹം പറഞ്ഞു, നിൻ്റെ കയ്യിൽ ഒരു നാടകമുണ്ടെന്ന് AP ഗോപാലൻ പറഞ്ഞു. അതേ ഉണ്ട്, അതിഞ്ഞിതാ. ശർക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര, നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ശർക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര, ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവള്ളം തുഴയാൻ. ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവള്ളം തുഴയാൻ. നാടക ചരിത്രത്തിലെ നാഴികക്കല്ലായ അരങ്ങിലെ വാനമ്പാടി KPSC സുലോചന എന്ന വനിതാരത്നത്തിൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നു ഫ്രാൻസിസ് ടി മാവേലിക്കര എന്ന എഴുത്തുകാരൻ. കലാകാരൻ്റെ കലഹം തുടങ്ങുന്നത് തൻ്റെ തന്നെ ജീവിതത്തോടാകും ആദ്യം, പിന്നെ അത് വ്യവസ്ഥിതിയോടാകും. ബോധത്തിൻ്റെ നീലത്തടാകത്തിൽ നിന്നും കുതിച്ചുയരുന്ന പൊന്മാനെ പോലെ നാടകക്കാരൻ സമൂഹ മധ്യത്തിലേക്ക് ഉയർന്നു പൊങ്ങും. അവിടെ അക്ഷരവും അറിവും കൊണ്ട് ചാലിച്ചെടുത്ത വർണ്ണരശ്മികൾ സമൂഹത്തിൻ്റെ തിരുനെറ്റിത്തടത്തിൽ സിന്ദൂരം ചാർത്തും. ഇടവപ്പാതിയും തുലാവർഷവുമൊക്കെ ഭീതിയോടെ മാത്രം ഓർത്തിരുന്ന ബാല്യകാലം. ഓലപ്പുരയുടെ മുകളിൽ മഴ പെയ്യുമ്പോൾ പുതച്ചു മൂടിക്കിടന്നുറങ്ങാൻ സുഖമാണ്. പക്ഷേ അങ്ങനെ ഉറങ്ങാൻ ഭാഗ്യമില്ല. നല്ലൊരു മഴ പെയ്താൽ കുടുകുടാ കരയുന്ന വീട് എന്ന് മേനോൻ ഏതോ ഒരു പടത്തിൽ എഴുതിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ എൻ്റെ വീട് അതാ. നല്ലൊരു മഴ പെയ്താൽ വല്ലാതെ കരയും. ആ കാലത്ത് നിന്നാണ് 10ാം ക്ലാസ് മകൻ തോക്കുമ്പോൾ അമ്മ അത്താഴപ്പട്ടിണി ഒരു വീടിനെ മൊത്തം വിടുന്നത്. പിന്നെ ജയിച്ച് ജീവിതത്തിൽ കോളേജിൽ പോകണമെന്ന് ആഗ്രഹം പറയുമ്പോൾ അമ്മ പറയുന്ന കോളേജ് വിടാൻ നിവർത്തിയില്ല, IT-യിൽ പോയി എന്തെങ്കിലും എടുത്ത് പഠിച്ചിട്ട് വീടിൻ്റെ കാര്യം നോക്കണം. ചെങ്ങന്നൂർ ഗവൺമെൻറ് IT-യിൽ പോവുക. അപ്പോൾ അവിടെ രസകരമായ കാര്യം, ഈ ഗവൺമെൻറ് IT-യിൽ ചെല്ലുമ്പോൾ അവിടെ S. ശർമ്മ, നമ്മുടെ മന്ത്രിയായിരുന്ന ശർമ്മ അവിടെ പഠിക്കാനുണ്ട്. TJ ആഞ്ചലോസ് അവിടെ സഹപാഠിയായിട്ട് പഠിക്കാനുണ്ട്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ കാലം, ഭയങ്കരമായ സമരങ്ങൾ അരങ്ങേറുന്ന കാലം. അവിടെ നിന്നൊക്കെ ജയിച്ചു വന്നിട്ട് ഗൾഫിൽ പോകാനായിട്ട്, ഓർമ്മയുണ്ടല്ലോ ആ കാലമൊക്കെ, ഗൾഫിൽ പോകാനായിട്ട് ഒരു പാസ്പോർട്ട് എടുത്ത് ബോംബെ പോയി ടെസ്റ്റ് ചെയ്തു, ഗൾഫിലേക്ക് വിസ അടിച്ചു. സുദർശൻ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളോടും നാട്ടുകാരോടുമൊക്കെ യാത്ര പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് അറിയുന്നത് ആ കാലഘട്ടത്തിലെ ഒരേർപ്പാടാണ് പാസ്പോർട്ടിൻ്റെ തലവെട്ടി പോവുക. എൻ്റെ പാസ്പോർട്ട് തലവെട്ടി വേറെ ആരുടെയോ തലയൊട്ടിച്ച് വേറെ ആരോ എൻ്റെ പേരിൽ ഗൾഫിൽ പോയി. ഞാൻ കൊടുത്ത കാശും പാസ്പോർട്ടും ഒക്കെ പോയി. അവിടെ നിന്നാണ് വന്നിട്ട് അച്ഛനാകാൻ ആഗ്രഹിച്ചവൻ നക്സലൈറ്റ് ആകുക. സിവിക് ചന്ദ്രൻ്റെയും K. വേണുവിൻ്റെയും അജിതയുടെയും KS സദാശിവൻ്റെയും KN രാമചന്ദ്രൻ്റെയും ഒക്കെ കൂടെ സാംസ്കാരിക വേദിയുടെ കാലത്ത് ഏറ്റവും കൊച്ചനായി ഒപ്പം കൂടുക. തെരുവ് നാടകങ്ങളിലൂടെ അവിടെയാണ് നാടകം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിനുമുമ്പ് ഇവരൊക്കെ വലിയ നാടക പ്രവർത്തകരാണ്. ഞാൻ നാടകമെന്ന് പറയുന്നത് തൊടുന്നത് അവരോടൊപ്പം തെരുവ് നാടകങ്ങളിലൂടെയാണ്. അങ്ങനെ 1982 നയനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി മിസ നിരോധിച്ചിട്ടും ദേശരക്ഷാ നിയമം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടാവുക. മകൻ നക്സലൈറ്റാണെന്ന് പോലീസുകാരൻ അപ്പൻ ജോലി ചെയ്യുന്ന കടയിൽ ചെന്ന് പറയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥ. എന്താണ് നക്സലൈറ്റ് എന്ന് ആരുടെയൊക്കെയോ തലവെട്ടുന്നവൻ കൊള്ളക്കാർ എന്നൊക്കെ അറിഞ്ഞിരുന്ന ഒരു കാലത്താണ്.
അമ്മയും അപ്പനും ഒക്കെ അറിയുകയാണ് മകൻ നക്സലൈറ്റാണ്. അപ്പോൾ പിന്നെ അവിടെ തന്നെ അപ്പൻ രഹസ്യമായി ചിലതിലൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പനോട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ പറയാം അവൻ്റെ മോൻ നക്സലൈറ്റാണ്, അവിടെ സൂക്ഷിച്ച് വർത്താനം പറയണം. എന്താ പറയുക, ഇത് അപ്പൻ ഒരു പരിധിയിൽ നിന്ന് ആസ്വദിക്കുകയും ഒരു പരിധിയിൽ വല്ലാത്ത വിഹ്വലതയോടെ അതിനെ നോക്കിക്കാണുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇവിടെ ഒരു സംഘടനയ്ക്ക് വേണ്ടി ഒരു നാടക സംഘം, ഒരു ക്ലബ്ബ് തുടങ്ങുകയും അതിനകത്തേക്ക് ഒരു പെണ്ണിനെ വെച്ചൊരു നാടകം നമ്മൾ ഉണ്ടാക്കുന്നത്. 4 നൂറ്റാണ്ടിൻ്റെ സബരിയ ഫ്രാൻസിസ് ടി മാവേലിക്കരയെ മലയാളത്തിൻ്റെ പക്വതയാർന്ന എഴുത്തുകാരനാക്കി. കുടുംബം എന്ന മലയാളിയുടെ സങ്കല്പത്തിലെ ചേതോഹാരിതയ്ക്ക് അരങ്ങിലെ ക്യാൻവാസിൽ ഈ കലാകാരൻ കുറിയിട്ട ചിത്രാക്ഷരങ്ങൾക്ക് ജീവൻ വച്ചപ്പോൾ ലക്ഷോപലക്ഷം ജനത്തിന് ഇമ്പമാർന്ന ഓർമ്മകൾ സമ്മാനിച്ചു. കരളിൽ കുത്തിവലിക്കുന്ന നൊമ്പരങ്ങളുടെ താലോലം അരങ്ങിലെ പച്ചമനുഷ്യൻ ജീവിച്ചു കാണിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളുടെ ഇഴയടുപ്പം എത്രയെന്ന് എങ്ങനെയെന്നും ഈ മനുഷ്യൻ നമ്മോട് പറയുന്നു. ഫ്രാൻസിസ് ഒരു നല്ല സുഹൃത്ത്, നല്ല ഒരു നാടകകൃത്ത് എന്നതിനേക്കാളൊക്കെ ഉപരി എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് അദ്ദേഹം ഒരു നല്ല കുടുംബനാഥനാണ്. ഒരു നല്ല കുടുംബനാഥനെ കുടുംബ സംബന്ധമായ കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് സംവേദിക്കാൻ കഴിയൂ എന്നാണ് എൻ്റെ വിശ്വാസം. മാതൃകാപരമായ ഒരു കുടുംബം നടത്തുന്ന ഒരാൾക്ക് മറ്റു കുടുംബങ്ങളിൽ നടക്കുന്ന വിരോധപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനും അത് തെറ്റാണെന്ന് പറയാനുമുള്ള അധികാരമുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഫ്രാൻസിസിൻ്റെ വീട്ടിൽ എപ്പോൾ പോയാലും അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. കുഞ്ഞുങ്ങളായാലും ഫ്രാൻസിസിൻ്റെ വൈഫായാലും ഒക്കെയുള്ള ഒരു സന്തോഷത്തിൻ്റെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ ഒരു നന്മ അദ്ദേഹത്തിൻ്റെ നാടകകൃതികളിലും കാണും. തൻ്റെ തന്നെ ജീവിതത്തിൽ പകർത്തിയ ബന്ധങ്ങളുടെ സജീവതയാണ് തൻ്റെ നാടകങ്ങളുടെ അകക്കാമ്പ്. ഈ കുടുംബത്തിൻ്റെ തിരയിളക്കമാണ് തൻ്റെ മഷിത്തണ്ടിലെ ചിരിക്കുന്ന അക്ഷരങ്ങളാകുന്നത്. ഏതൊരു കലാകാരനും ഏറ്റവും വേണ്ട മോറൽ സപ്പോർട്ട് എന്ന് പറയുന്നത് അയാളുടെ കുടുംബത്തിൽ നിന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. അതാവോളം ഫ്രാൻസിസിനുണ്ട്. ആ ഒരു നന്മ ഫ്രാൻസിസിന് കിട്ടുന്നത് കൊണ്ടാണ് നല്ല നല്ല കഥാസന്ദർഭങ്ങൾ, അത് ജീവിതത്തിൽ കാണുന്ന നേർമുഖങ്ങൾ പകർത്താനും നാടകീയമായി ആവിഷ്കരിക്കാനും സാധിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ ഫ്രാൻസിസ് എന്നും ഒരു രക്ഷകനായിട്ട്, ഒരു സഹായത്തിന് വേണ്ടി നമ്മൾ നീട്ടുന്ന കയ്യിൽ പെട്ടെന്ന് ആ വിരൽത്തുമ്പിൽ പിടിച്ച് നമ്മളെ രക്ഷിക്കുന്ന ഒരാളായിട്ടാണ് എൻ്റെ അനുഭവം. അതായത് ഭാരതരത്നം എന്ന് പറഞ്ഞ ഞങ്ങളുടെ കാളിദാസ കലാന്തരത്തിൻ്റെ ഒരു നാടകം. അപ്പം അതുവരെ അതായത് ഞങ്ങൾ 92 റെയിൻബോ എന്ന് പറഞ്ഞൊരു നാടകത്തിലൂടെയാണ് കാളിദാസ കലാന്തരത്തിലേക്ക് അതിൻ്റെ സാരഥ്യം ഞാനും രാജേന്ദ്രൻ ചേട്ടനും എടുക്കുന്നത്. അതുവരെ ഫ്രാൻസിസുമായിട്ട് അച്ഛനുമൊക്കെ നല്ല സൗഹൃദമുണ്ടെങ്കിൽ പോലും ഫ്രാൻസിസിൻ്റെ നാടകങ്ങളൊന്നും നമ്മൾ കാളിദാസ കലാകേന്ദ്രം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വന്നപ്പോഴും ഫ്രാൻസിസ് കുറച്ച് അപ്രാപ്യനായിരുന്നു. നല്ല സുഹൃത്താണ്. ഞങ്ങളുടെ നാടകങ്ങൾ കാണുകയും അതിന് വിശദമായി തന്നെ വിശകലനം ചെയ്യുകയും സരസമായി ഞങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു നാടകം സംവിധാനം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടി കാളിദാസ കലാകേന്ദ്രത്തിന് എടുക്കാൻ എന്തോ ഒന്നും സാധിച്ചിരുന്നില്ല. അപ്പോൾ ഭാരതരക്തം എന്ന് പറഞ്ഞൊരു നാടകം ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞങ്ങളത് എടുത്തത്. അതിൻ്റെ ഒരു ഉദ്ഘാടനം നമ്മുടെ പ്രമേസിൽ തന്നെ നടന്നു. അത് കഴിഞ്ഞിട്ടൊരു ഫസ്റ്റ് പബ്ലിക് പെർഫോമൻസ് തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർ അതുവരെ നമ്മൾ അകത്തുള്ളവർ മാത്രം കണ്ട ഒരു സംഗതി ആദ്യമായിട്ട് പുറം ലോകത്തേക്ക് കാണിക്കുന്നൊരു ദിവസമാണ്.
തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ നാടകം കളിക്കുമ്പോഴത്തേക്ക് ആദ്യ രംഗം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നാടകം ഫ്ലോപ്പാണ്, ഈ നാടകം പ്രേക്ഷകൻ എടുക്കുന്നില്ല എന്നുള്ള മനസ്സിലായി. നടീനടന്മാരൊക്കെ നല്ലപോലെ അഭിനയിക്കുന്നുണ്ട്, ചേട്ടൻ നല്ലപോലെ സംവിധാനം ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്തോ അതിനൊരു ഉൾക്കാമ്പില്ല, അത് പ്രേക്ഷകൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ആദ്യ രംഗം മുതൽ എനിക്ക് തോന്നി തുടങ്ങി. അങ്ങനെ ഞാൻ കുറച്ച് മൂഡ് ഔട്ടായിട്ട് അതിൻ്റെ ഡോറ് തുറന്ന് പുറത്തങ്ങനെ നിൽക്കുമ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട് എൻ്റെ ചോദിച്ചു, കടലാസാനന്തരത്തിൻ്റെ ആളാണോ? ഞാൻ പറഞ്ഞാൽ അതെ. ആരാ ഇതിൻ്റെ സംവിധായകൻ? ഞാൻ പറഞ്ഞത് രാജേന്ദ്രനാണ്. അയാളെ മാറ്റി കേട്ടോ എന്താ പറയുക. അപ്പം ഞാൻ പറഞ്ഞു ഞാനും അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ശരി കാണാം എന്ന് പറഞ്ഞാൽ അയാൾ പോയി. അപ്പം ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ചേട്ടനും അച്ഛനും കൂടെ തീരുമാനിക്കുകയാണ് ഈ നാടകം വേണ്ട, നമുക്ക് പുതിയൊരു നാടകത്തിനെ പറ്റി ചിന്തിക്കാം. അത് പണ്ടും അങ്ങനെയാണ്. ഒരു നാടകം ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് കൂടുതൽ ഓവർ വർക്ക് ചെയ്യാനൊന്നും പോകാൻ അച്ഛനോ ചേട്ടനോ താല്പര്യമുള്ളതല്ല. അത് വേണ്ട, അത് അവിടെ മാറ്റി വെച്ചു. അപ്പോൾ പുതിയൊരു നാടകം, കാരണം അല്ലെങ്കിൽ ഒരു വർഷം ആർട്ടിസ്റ്റുകളുടെ ജീവിതമാണത്, അവരുടെ ജീവിത പ്രശ്നത്തിനുള്ളൊരു പരിഹാരം നമ്മൾ കാണേണ്ട ഒരു ഉത്തരവാദിത്വം കൊണ്ട് നമുക്കുള്ളത് കൊണ്ട് പുതിയൊരു നാടകത്തിനെ പറ്റി സങ്കല്പിച്ചപ്പോൾ ആരെ സമീപിക്കണം എന്നുള്ളൊരു ചർച്ച വന്നപ്പോൾ എൻ്റെ ഭർത്താവായ രാജേന്ദ്രൻ ചേട്ടൻ തന്നെയാണ് പറഞ്ഞത്, നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ഇതുവരെ ഫ്രാൻസിസിനെ നാടകം എടുത്തില്ല, എന്തുകൊണ്ട് നമുക്ക് ഫ്രാൻസിസിനെ സമീപിച്ചുകൂടായിരുന്നു. അപ്പോൾ ഓൾറെഡി നാടക സീസൺ തുടങ്ങിക്കഴിഞ്ഞു. ഫ്രാൻസിസ് ഒരുപാട് ട്രൂപ്പുകൾക്ക് വേണ്ടി നാടകം എഴുതുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൈ തരുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. നമ്മളപ്പോൾ ഒരു വലിയൊരു നടുക്കടലിൽ നിന്നൊരു രക്ഷയ്ക്കായി നീട്ടിയ കൈയിലേക്ക് അദ്ദേഹം പെട്ടെന്ന് ഞങ്ങളെ കൈകൾ ഗ്രഹിക്കുകയും ആ പിടുത്തം ഇപ്പോഴും ആ ഒരു സൗഹൃദം എന്ന് പറയുന്നത് അതൊരു സ്ട്രോങ് ആണ്. അങ്ങനെയാണ് അനുഭവങ്ങളെ നന്ദി എന്ന് പറഞ്ഞ നാടകം ഞങ്ങൾക്ക് എഴുതിത്തരുന്നത്. അപ്പോൾ ഫ്രാൻസിസ് ചേട്ടനോട് ചോദിച്ചു, രാജേന്ദ്ര, ഞാൻ ഈ നാടകത്തിൽ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്, ഒരു വലിയൊരു കാലഘട്ടമുണ്ട്, ഒരാളുടെ ചെറുപ്പം മുതൽ അയാളുടെ വയസ്സായി അശരണനായി മരിക്കുന്നത് വരെ ഒരു കാലഘട്ടം ഞാൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ജീവചരിത്രം ഞാൻ ഇതിൽ തുറന്നു കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് നാടക സംഘത്തിന് അതിൻ്റെ പരിമിതികളുണ്ടോ? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഞങ്ങളുടെ നാടക സംഘത്തിന് അങ്ങനെ ഒരു പരിമിതിയില്ല, നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് എഴുത്, എത്ര കഥാപാത്രങ്ങൾ വേണമെന്നോ ഏതൊക്കെ ലൊക്കേഷനിൽ പോകണമെന്നോ അതിനെപ്പറ്റിയൊന്നും ഒരു പ്രശ്നവുമില്ല, ധൈര്യമായി എഴുതുന്നു. ആ നാടകം കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബോർഡർ വരെ പോകുന്ന ഒരു കഥയായിരുന്നു. അതത്രയും അതേപോലെ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം തുറന്നെഴുതിയ ഒരു നാടകവുമായിരുന്നു. ആ നാടകം ഈ പറഞ്ഞതുപോലെ 500 സ്റ്റേജുകളോളം ഞങ്ങൾ കളിച്ച് ഭയങ്കര സൂപ്പർ ഹിറ്റായിരുന്നു. എന്നിട്ട് ഈ നാടകം തന്നെ വീണ്ടും തൃശ്ശൂർ ഞങ്ങൾ കളിക്കാൻ പോവുകയാണ്. പിന്നെ ഇതണക്ക് കൊല്ലത്തൊരു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തൃശ്ശൂർ നാടകം ബുക്ക് ചെയ്തു. അതേ തിയേറ്ററിൽ അതേ വർഷം അതേ നാടക സീസണിൽ ഞങ്ങൾ കളിക്കുമ്പോൾ ആദ്യത്തെ രംഗം ഒരു കാൽഭാഗമായപ്പോൾ തന്നെ പ്രേക്ഷകരത് എടുത്തു എന്നുള്ള ഒരു പൾസ് നമുക്ക് കിട്ടുകയാണ്. ആ അഭിമാനത്തിൽ ഞാൻ ആ വാതിൽ തുറന്ന് പുറത്ത് നിൽക്കുമ്പോൾ സെയിം ആൾ പെട്ടെന്ന് ഡോർ തുറന്നിട്ട് അതേ ആൾ തന്നെ, എന്തൊരു ദൈവനിശ്ചയം എന്ന് നോക്കണേ, ആൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, കടലാസാനന്തരത്തിൻ്റെ ആൾ തന്നെയല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു അതെ. ഇതാരാ സംവിധാനം ചെയ്തത്? ഞാൻ പറഞ്ഞു രാജേന്ദ്രൻ. ആളിവിടെ ഉണ്ട് കേട്ടോ, പിടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരേ ആൾ 2 തരത്തിൽ അഭിപ്രായം പറയുമ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്പിരിറ്റ് അത് ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത, ഇപ്പോൾ പറയുമ്പോൾ എനിക്കത് രോമാഞ്ചം കൊള്ളുന്നുണ്ട്. കാരണം ഒരു വ്യക്തി തന്നെ ഒരേ വ്യക്തി സംവിധാനം ചെയ്ത നാടകത്തെപ്പറ്റി 2 തരത്തിൽ അഭിപ്രായം പറയുക എന്ന് പറയുമ്പോൾ ആ മഹാനായൊരു കലാകാരൻ്റെ തൂലികത്തുമ്പിൽ വിരിഞ്ഞ കാര്യങ്ങൾ എത്ര മനോഹരമായി ഒരു സംവിധായകൻ ആവിഷ്കരിക്കാൻ കഴിയുക, അത് സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യാൻ അതിനേക്കാൾ പ്രഗത്ഭരായ നടീനടന്മാർ. അപ്പോൾ നാടകം എന്ന് പറയുന്ന ആ ഒരു സംഘബോധത്തിൻ്റെ ഒരു വിജയം എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. കുടുംബ വ്യവസ്ഥതയുടെ ഉള്ളറകളിൽ നിന്നും ആത്മബന്ധത്തിൻ്റെ ആർദ്രത കണ്ടെടുക്കുന്ന ഈ കുടുംബനാഥൻ ജീവിതം കൊണ്ട് ചാലിച്ചെഴുതുമ്പോൾ ആയിരങ്ങളുടെ അകക്കണ്ണു തുറന്ന് സ്നേഹപ്പൊലിമയുടെ ആരവങ്ങൾ ഉയരുന്നു. മലയാള പ്രൊഫഷണൽ നാടകവേദിയുടെ സീനിയർ ക്രാഫ്റ്റ്മാനാണ് എൻ്റെ പ്രിയ സുഹൃത്തായ ശ്രീ ഫ്രാൻസിസ് മാവേലിക്കര. എനിക്ക് അദ്ദേഹത്തിൻ്റെ 6-7 നാടകങ്ങൾ സംവിധാനം ചെയ്യാനുള്ള
അവസരമുണ്ടായി. ആ നാടകങ്ങളെല്ലാം തികച്ചും വ്യത്യസ്തമായ ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ് ചർച്ച ചെയ്തിരുന്നത്. ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സഹായി എന്ന് പറയുന്നത് നാടകകൃത്താണ്. ശക്തമായ നാടകീയ മുഹൂർത്തങ്ങളുള്ള നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് കിട്ടിയില്ലെങ്കിൽ എത്ര വലിയ സംവിധായകനായാലും നല്ലൊരു നാടകം ഉണ്ടാക്കാൻ സാധ്യമല്ല. അപ്പോൾ നാടകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നാടകത്തിൻ്റെ രചയിതാവ് നിർവഹിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഗഹനമായ വായനയാണ് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ തീമുകൾ, നാടകീയ സന്ദർഭങ്ങൾ ചർച്ച ചെയ്യുന്ന നാടകങ്ങൾ അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കുന്നത്. അദ്ദേഹം എൻ്റെ നാടകമായ വളരെ പ്രധാനപ്പെട്ട അനുഭവങ്ങളെ നന്ദി എന്ന നാടകം, അത് 500-ഓളം സ്റ്റേജുകളിൽ വളരെ വിജയകരമായി അവതരിപ്പിക്കുകയുണ്ടായി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് എനിക്ക് വളരെയധികം വെല്ലുവിളി ഉണ്ടായിരുന്ന ഒരു നാടക അവതരണമായിരുന്നു. അങ്ങനെ വെല്ലുവിളി ഉണ്ടാകുന്ന നാടകങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു സംവിധായകന് ഒരു നാടകം ചെയ്ത ഒരു മാനസിക സംതൃപ്തി ഉണ്ടാകുക. അദ്ദേഹത്തിന് ഈ നാടകരംഗത്ത് പുതിയ പുതിയ പരീക്ഷണങ്ങൾ, പ്രൊഫഷണൽ നാടകത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു നാടകകൃത്താണ് ശ്രീ ഫ്രാൻസിസ് ടി മാവേലിക്കര. നമ്മുടെ കൊച്ചു മലയാളത്തിലായതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ശരിക്കും പറഞ്ഞാൽ ലോക ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റേണ്ടതായ പല നാടകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് KPAC-യിൽ മഹാഭാരതത്തെ അതിജീവിച്ച് അദ്ദേഹം എഴുതിയ ഭീമസേനൻ എന്ന നാടകം, അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നാടക സങ്കേതമനുസരിച്ച് അതൊരു എക്സ്പ്രഷനിസ്റ്റ് സങ്കേതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു നാടകമാണ്. ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു KPAC അങ്ങനെ ഒരു പുതിയ സാങ്കേതിക മികവിൽ ഒരു നാടകം ഉണ്ടാക്കിയത്. ഇനിയും അദ്ദേഹം പുതിയ പുതിയ ആശയങ്ങളുമായി മലയാള നാടക മനസ്സുകളിൽ ചേക്കേറും. സൗഹൃദങ്ങൾ എന്നും കലാകാരൻ്റെ കരുത്താണ്. ആ സൗഹൃദ കൂട്ടായ്മയുടെ തണലിൽ കലാകാരൻ ആർജിച്ചെടുക്കുന്ന ബോധം തൻ്റെ കലാസൃഷ്ടിയുടെ ഉരുക്കയിരായി മാറ്റുവാൻ കലാകാരനെ കഴിയൂ. 1982 എൻ്റെ മോൻ്റെ 22ാമത്തെ വയസ്സിൽ ഞാനും അവനും കൂടെ ചേർന്നൊരു പ്രൊഫഷണൽ നാടക ട്രൂപ്പ് തുടങ്ങാൻ തീരുമാനിക്കുക. ഞാൻ എഴുതി വച്ചേക്കുന്ന ഒരു നാടകം തമസ്വമാ ജ്യോതിർഗമയ, അത് പ്രൊഫഷണലായിട്ട് അവതരിപ്പിക്കാൻ എൻ്റെ പിള്ളേരെയൊക്കെ സംഘടിപ്പിച്ച് അവർ തീരുമാനിക്കുക. 5 പൈസ കയ്യിലില്ല, ഇവരെ കൺവീനർ ഇവരെവിടെ മിമിക്രി പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് വന്ന് 10-30 രൂപയൊക്കെ ഒഴിച്ചു. ഈ തോപ്പിൽ ഭാഷയെ കാണാൻ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ പ്രൊഫഷണൽ നാടക ട്രൂപ്പ് തുടങ്ങാനായിട്ട് ഞങ്ങൾ മീശ പോലും കുലുക്കാത്ത 2 പേരുടെ ചെന്ന് പറയുമ്പോൾ തോപ്പിൽ ഭാഷയും കേശവൻ പോലീസ് സാറും ഒക്കെ ഇരിപ്പുണ്ട്. അവർക്കൊക്കെ തമാശയാണ്, ഇത് നടക്കാനാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അത് ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്തു തരാം. കഴിഞ്ഞ് നേരെ വന്ന് കോഴിശ്ശേരി ബാലരാമൻ സാർ, ഇവനെ പഠിപ്പിച്ച പ്രൊഫസറാണ്. അദ്ദേഹം ഒരു ചലച്ചിത്ര ഗാനങ്ങളൊക്കെ എഴുതുന്നതാണ്. അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹവും സമ്മതിച്ച് തിരിച്ചു വന്ന് നോട്ടീസ് അടിച്ച് തമസ്വമാ ജ്യോതിർഗമയ നാടകരചന ഫ്രാൻസിസ് എന്ന് വെച്ചപ്പോൾ യവനാണ് പറഞ്ഞത്, ഫ്രാൻസിസ് എന്നല്ല, ഫ്രാൻസിസ് ടി മാവേലിക്കര എന്ന് വെക്കും എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടി എൻ്റെ പേര് ഫ്രാൻസിസ് ടി മാവേലിക്കര എന്ന മാവേലിക്കരയെ ഫ്രാൻസിസ് ടി മാവേലിക്കര പേരെന്നും പറഞ്ഞുകൊണ്ട് അവനാണ് ഫ്രാൻസിസ് ടി മാവേലിക്കര എന്ന പേര് വെട്ടിവെച്ചത് ആ നോട്ടീസിലാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് എൻ്റെ പേര്. അതിനു മുമ്പ് അമച്ചൂർ നാടകങ്ങൾ വരുമ്പോൾ എൻ്റെ പേര് ഫ്രാൻസിസ് എന്ന് മാത്രമേ, ഫ്രാൻസിസ് ടി മാവേലിക്കര എന്നെ പേര് വെച്ചു. എന്നിട്ട് ഈ നാടകം റിഹേഴ്സലൊക്കെ ആയിട്ട് ഇവിടെ പോയി 2 പെണ്ണുങ്ങളെയൊക്കെ സംഘടിപ്പിച്ചത് നടന്നും സൈക്കിളിലും ഒക്കെ പോയി അഡ്വാൻസും ഒക്കെ കൊടുത്ത് റിഹേഴ്സലും ഒക്കെ തുടങ്ങി. നാട്ടുകാരുടെ കയ്യിലെ കാശ് കണ്ടുകൊണ്ടായി ഇത് ഇറങ്ങിത്തിരിക്കും. പന്തളത്തുള്ളൊരു പൊടി ഇവരെയൊക്കെ കണ്ടുപിടിച്ചേക്കും. അങ്ങനെ സംഗതി നടന്ന് തുടങ്ങി. പറഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തിക പരാതിയുണ്ട്. ഇവിടെ കാശില്ല. നാട്ടുകാരോടൊക്കെ കാശ് പിരിച്ച് കുറേ ടിക്കറ്റും ഒക്കെ കൊടുത്തു. പക്ഷെ നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നാട് വിടാൻ തീരുമാനിക്കുക. ഹൈദരാബാദ് ഞാൻ പറഞ്ഞു ഞാൻ നാട് വിടുക, എൻ്റെ അപ്പച്ചിയുണ്ട് ഹൈദരാബാദിൽ, അവിടേക്ക് പോവാണ് എന്ന് പറഞ്ഞ് യവൻ കൺവീനർ ഇവരെ ഒത്തിരി ടിക്കറ്റ് വിട്ടേക്കും. ഇവരെ നാട്ടുകാരെ ഇടിച്ചു പോയി. യവൻ രാത്രി
എന്നെ ഒന്ന് തടഞ്ഞു നിർത്തി. നീ പോയാൽ ഞാൻ ചത്തുകളയും അങ്ങനെ എങ്ങനെയാണെന്ന് പറയുന്നത് എനിക്ക് ധൈര്യം തന്നു. നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് നടത്തും എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ധൈര്യം തന്ന് എന്നെ പിടിച്ചു നിർത്തിയ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. പിറ്റേ ദിവസം സൈക്കിളിൽ മുഴുവൻ വീട്ടിൽ ചെല്ലുക. ടിക്കറ്റ് എടുത്ത വീട് അല്ല, കൊടുത്ത വീട്ടിൽ. സെപ്റ്റംബർ 82 സെപ്റ്റംബർ 2 മാറ്റി വെച്ചു. എല്ലാ വീട്ടിലും കയറി നമ്മൾ പറഞ്ഞു നാടകം. സൗഹൃദങ്ങളോടൊപ്പം അക്ഷരക്കൂട്ടിൻ്റെ പുസ്തകക്കാട്ടിൽ ഏകാന്ത കാലം കഴിക്കാനും ആ ബോധിവൃക്ഷത്തണലിൻ്റെ തപസ്സിൽ നിന്നും ബോധജ്ഞാനത്തിൻ്റെ 1000 മണിമുത്തുകൾ കണ്ടെടുക്കാനും ഫ്രാൻസിസ് ടി മാവേലിക്കരയുടെ നാടകങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഹായ് സാർ, 24 വർഷമായി അഭിനയ രംഗത്തും 16 വർഷമായി നാടക സംഘാടകൻ എന്ന നിലയിലും 10 വർഷമായി നാടക സംവിധായകൻ എന്ന നിലയിലും ഞാൻ പ്രവർത്തിക്കുന്നു പ്രൊഫഷണൽ നാടകരംഗത്ത്. അതിനു മുൻപ് ഉത്സവപ്പറമ്പുകളിലൂടെയും മറ്റുമൊക്കെ നാടകങ്ങൾ കാണുമ്പോൾ ശരിക്കും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ മുഴങ്ങിക്കേൾക്കുന്ന ചില പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഒന്ന് ആർട്ടിസ്റ്റ് സുജാതൻ മാഷും മറ്റൊന്ന് ഫ്രാൻസിസ് മാഷുമായിരുന്നു. നാടകരംഗത്തെത്തുമ്പോൾ തന്നെ എനിക്ക് സുജാത മാഷിനെ പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ സ്നേഹശാസനകൾ കേൾക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അപ്പോഴും ഫ്രാൻസ് സാറിനെ കാണാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. 2002 ഞാൻ ആദ്യമായി സാറിനെ കാണുന്നത്. അന്ന് കാണുമ്പോൾ നാടക പ്രവർത്തകരിൽ പേരും പ്രശസ്തിയുമുള്ള ആൾക്കാരുമായി സംസാരിക്കുന്ന വേദിയിൽ അങ്ങയുടെ അരികിലേക്ക് വരാൻ പോലും എനിക്ക് കഴിഞ്ഞിരുന്നില്ല, പരിചയപ്പെടാനും കഴിഞ്ഞില്ല. കണ്ടിരുന്നു. അന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം സാറിൻ്റെ നാടകങ്ങളിൽ അഭിനയിക്കണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അത് സാധിച്ചില്ല. സംവിധാന രംഗത്തെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു നാടകമെങ്കിലും സംവിധാനം ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അതിന് 8 വർഷം കഴിയേണ്ടി വന്നു സംവിധായകനായതിനു ശേഷം. അങ്ങനെ കഴിഞ്ഞ വർഷം അങ്ങയുടെ അരികിലേക്ക് വരുമ്പോൾ ശരിക്കും വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു, ആശങ്കയുണ്ടായിരുന്നു. എന്നെപ്പോലൊരാളിന് ഒരു സ്ക്രിപ്റ്റ് തരിക, അത് തന്നാൽ അത് വിജയിപ്പിക്കുക. കാരണം അത്രയ്ക്ക് ഹിറ്റായി നാടകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അങ്ങയുടെ അരികിലേക്ക് ഞാൻ വരുന്നത്. എന്തായാലും അങ്ങയെ സമീപിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്നോട് പലരും പറഞ്ഞിരുന്നത് നാടക ചർച്ചകളിൽ പോലും പങ്കെടുക്കാത്ത ഒരു സ്ക്രിപ്റ്റ് തരുമ്പോൾ അത് സംവിധാനം ചെയ്യണം, അത്രമാത്രമേ സംഭവിക്കൂ എന്ന് പറഞ്ഞ സ്ഥാനത്ത് അങ്ങ് ഒരുപാട് നിർദ്ദേശങ്ങൾ തരികയും അതുപോലെ തന്നെ ഒത്തിരി സ്നേഹത്തോടു കൂടി എന്നോട് സമീപിക്കുകയും ചെയ്തിരുന്നു. അന്ന് എന്നോട് സാറ് പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നു. 4-5 നാടകങ്ങൾ ജരിയിൽ സംവിധാനം ചെയ്തു. പക്ഷേ ഒരു നാടകം സ്റ്റേറ്റ് മത്സരത്തിന് പങ്കെടുക്കുകയും ചെയ്തു, അഭിപ്രായം ഉണ്ടാക്കി. സംവിധായകനെന്ന നിലയിൽ അറിയപ്പെടണം, അതിനു വേണ്ടിയുള്ളൊരു നാടകം. ആ നാടകം ആയിരിക്കും ഞാൻ ജലീലിന് തരുന്നത്. അത് കഴിയുമ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്നൊരു സംവിധായകനായി മാറും ജലീൽ. ആ വാക്ക് യാഥാർത്ഥ്യമായി. അരയന്നങ്ങളുടെ താരാട്ട് എന്ന നാടകം 19 യൂണിറ്റുകളുള്ള ആ നാടകത്തിൽ 15ഓളം രംഗസജ്ജീകരണങ്ങൾ മാറി മാറി വരുന്ന സുജാത മാഷിൻ്റെ മനോഹരമായ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ രംഗസജ്ജീകരണമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഒപ്പം ഷാജി ഇല്ലത്തിൻ്റെ വരികൾക്ക് ആലപ്പി ഋഷികേഷ് സാറ് സംഗീതം ചെയ്ത മനോഹരങ്ങളായ 5-6 പാട്ടുകളും ഉണ്ടായിരുന്നു. നാടകമിറങ്ങി അപ്പോഴും എൻ്റെ ആശങ്ക മാറിയില്ല. കാര്യം സമ്മിശ്രമായ പ്രതികരണമായിരുന്നു ആ നാടകത്തിന് എനിക്ക് ലഭിച്ചത്. അപ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടത്തോടൊപ്പം ഒരു ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നു, സാറ് നാടകം കാണുക. ആത്മാവ് കൊണ്ട് എഴുതിയ ആ നാടകത്തിൻ്റെ എൻ്റെ രംഗഭാഷ എത്രമാത്രം നന്നായി എന്ന് അല്ലെങ്കിൽ മോശമായി എന്ന് സാറ് പറയുന്നത് വരെ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരാശങ്കയായിരുന്നു. അങ്ങനെ ആ നല്ല സുദിനമെത്തി. നീണ്ടകരയിലുള്ള പള്ളി അങ്കണത്തിൽ നാടകമേളയുടെ അവസാന ദിവസം
ഞങ്ങൾ നാടകം അവതരിപ്പിക്കുമ്പോൾ ആ നല്ല ദിവസമെന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു നിമിഷമായിരുന്നു അത് പറയുമ്പോൾ ഒരുപക്ഷെ ഇപ്പോഴും എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ഈ നാടകത്തിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. നാടകം കാണുന്ന സമയത്ത് എൻ്റെ നാടക ഗുരുനാഥനായ ശ്രീമാൻ പ്രദീപ് റോയി, മ്യൂസിക് ഡയറക്ടർ ശ്രീമാൻ ആലപ്പി ഋഷികേഷ് എന്നിവരോടൊപ്പമാണ് ഫ്രാൻസിസ് മാഷ് നാടകം കണ്ടത്. നാടകം കഴിഞ്ഞു. ഗുരുനാഥൻ പ്രദീപ് റോയി എൻ്റെ അരികിൽ വന്നു. നാടകം നന്നായി, ചില അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്നു. അദ്ദേഹം സന്തോഷമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഫ്രാൻസിസ് മാഷ് ഗ്രീൻ റൂമിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം കടന്നു വന്നിട്ട് മുഖത്ത് അപ്പോഴും ഒരു സംശയം നിൽക്കുന്നു. എൻ്റെ മുഖത്ത് മാത്രമല്ല, മാഷിൻ്റെ മുഖത്തും. അത് കൈപോലും തരാതിരുന്നപ്പോൾ ഞാൻ കരുതിയത് ശരിക്കും നാടകം മോശമായോ, പക്ഷേ ആ കൈ തരുന്നതിനേക്കാൾ വലിയൊരു അംഗീകാരം തരാൻ വേണ്ടിയായിരുന്നു ആ നിശബ്ദത അല്ലെങ്കിൽ ആ ഒരു വികാരം മുഖത്തുണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ അല്പനിമിഷം മാത്രം മതിയായിരുന്നു. എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ ഗുരുനാഥന്മാരുടെ മുന്നിൽ വെച്ച് എൻ്റെ 2 കവളുകളിലും ഉമ്മ വയ്ക്കുമ്പോൾ എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരായി ഒഴുകുന്നുണ്ടായിരുന്നു. സന്തോഷക്കണ്ണീരാണ്. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഞാൻ മാഷിനോട് പരാതി പറഞ്ഞു. മാഷേ, ഈ നാടകം അങ്ങ് ആത്മാവ് കൊണ്ട് എഴുതിയതല്ലേ, അങ്ങക്ക് ഇഷ്ടപ്പെട്ടല്ലോ, പക്ഷേ ആൾക്കാരിങ്ങനെ പറയുന്നു. അപ്പോൾ മാഷ് എനിക്ക് തന്ന വലിയൊരു ഗിഫ്റ്റ്, ചില സന്ദർഭങ്ങളിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അത്തരമൊന്നാണ് ഈ നാടകം. വേദികളുടെ എണ്ണമല്ല, അതിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. ആ ഒരു ഗിഫ്റ്റ് ഇന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. മാത്രമല്ല, അടുത്ത വർഷം ഞങ്ങൾ പുതിയൊരു നാടകത്തിൻ്റെ പുതിയ നാടകത്തിൻ്റെ പണിപ്പുരയിലാണ്. ഒരു നാഴി മണ്ണ് എന്നാണ് ഞങ്ങളുടെ ആ നാടകത്തിൻ്റെ പേര്. കഴിഞ്ഞ 30 വർഷമായി പ്രൊഫഷണൽ നാടകരംഗത്ത് ആയിരക്കണക്കിന് വരുന്ന നാടക കലാകാരന്മാരുടെ അന്നവും ആശ്രയവുമായി നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഫ്രാൻസിസ് മാഷ്. അത് പറയുമ്പോൾ നമ്മൾ അടുത്ത വർഷത്തേക്ക് ആർട്ടിസ്റ്റുകളെ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നാടക പ്രവർത്തകരെ നാടകത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ, ആരാണ് നാടകം എഴുതുന്നത്, അത് ഫ്രാൻസിസ് മാഷാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊരു ചോദ്യമില്ല, വേറൊരു അഭിപ്രായമില്ല. അവർ നിൽക്കാൻ തയ്യാറാകുന്നു. മലയാളികൾക്ക് മലയാളത്തിന് ഒരിക്കലും മറക്കാനാകാത്ത ഒരു എഴുത്തുകാരനാണ് ശ്രീ ഫ്രാൻസിസ് ടി മാവേലിക്കര. അത് മലയാള നാടകങ്ങൾ കാണുന്ന, ആസ്വദിക്കുന്ന ആൾക്കാർക്ക് തിരിച്ചറിയാവുന്നതാണ്. എങ്കിലും അറിയാത്തവർക്കായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രചനകൾ ഇനിയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് സത്യമാണെന്ന് ബോധ്യപ്പെടും. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ കാണണം. അത് കണ്ട് ഈ പറയുന്ന അഭിപ്രായങ്ങൾ ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. പുരസ്കാരങ്ങൾ ഈ എഴുത്തുകാരനെ തേടി വന്നുകൊണ്ടേയിരിക്കുന്നു. സമൂഹത്തിൻ്റെ നാൾവഴികളിൽ സാമൂഹിക നീതിക്കായി വിലപിക്കുന്ന നാരായ അക്ഷരങ്ങൾക്ക് കരുത്തായി ഈ ബഹുമതികൾ ഇദ്ദേഹത്തെ തേടിയെത്തുന്നു. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഈ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ചെയർമാൻ സ്ഥാനവും കേരള നാടക അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പറുമാണ് ഇന്ന് ഇദ്ദേഹം. ബൈബിൾ നാടകങ്ങളാണ് നമ്മൾ ആദ്യകാലത്ത്, ഇപ്പോൾ ഈ സൺഡേ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് പുരോഹിതൻ പറയുന്ന ബൈബിൾ കഥകൾ കേട്ട് നമ്മൾ ആദ്യമേ പള്ളികളിൽ വരുന്ന ബൈബിൾ നാടകങ്ങൾ കണ്ട് നമ്മൾ ആദ്യമേ ചെറിയ ചെറിയ നാടകങ്ങൾ ഉണ്ടാക്കി ശീലിക്കുന്നത് ബൈബിൾ നാടകങ്ങളാണ്.
അങ്ങനെയാണ് വലിയ നാടകങ്ങളിലേക്ക്. ഞാൻ ചെയ്തിട്ടുള്ള ബൈബിൾ നാടകങ്ങളൊക്കെ വളരെ പ്രശസ്തമായി ബൈബിൾ നാടകത്തിൻ്റെ സങ്കേതങ്ങൾ, നിലവിലുള്ള സങ്കേതങ്ങൾ ബ്രേക്ക് ചെയ്ത നാടകങ്ങളാണ് ബൈബിൾ നാടകങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ പാലാ കമ്മ്യൂണിക്കേഷൻ കളിക്കുന്ന ദാവീദിൻ്റെ കിന്നരം. ദാവീദെന്ന് പറയുമ്പോൾ ഗോലിയാത്ത് എന്ന് പറയുന്ന രാക്ഷസനെ കൊന്ന ഒരു ദാവീദിനെ, ഇടയനായ ദാവീദിനെ മുതൽ മരണം വരെയുള്ള ദാവീദിൻ്റെ ജീവിതവും ആ ജീവിതത്തിലെ സംഘർഷവും അവിടെ ചെയ്ത മറ്റൊരു ശ്രദ്ധേയമായി. ഇപ്പം പാലാ കമ്മ്യൂണിക്കേഷൻ പാലാ രൂപതയ്ക്ക് വേണ്ടിയാണ് ബൈബിൾ നാടകം ചെയ്യുന്നത് എന്നിരുന്നാൽ പോലും ബൈബിളിലെ ഒരു സ്ഥിരം പറച്ചിലാണ് ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് യേശുക്രിസ്തു ദൈവത്തിൻ്റെ മകനാണെന്ന് പറയുമ്പോഴും ദാവീദിൻ്റെ ഗോത്രത്തെ കൂട്ടുപിടിക്കുക. അപ്പോൾ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയുന്നതിടത്ത് തന്നെ ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നാണ് എന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇതിനെ വല്ലാതെ സ്പർശിച്ചപ്പോൾ ഞാൻ നമ്മുടെ ഒരുപാട് പിതാക്കന്മാരോട് 100 വയസ്സ് തികഞ്ഞ പിതാവിനോട് ചെന്ന് സംസാരിക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം തേടുക, പാലാ രൂപതയുടെ അധ്യക്ഷനുമായി സംസാരിക്കുക, മാവേലിക്കരയിൽ നിന്ന് പിതാക്കന്മാരോട് സംസാരിക്കുക. ഇവരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഗോത്രം എന്ന് പറയുന്നതിനകത്ത് ദാവീദിൻ്റെ ഗോത്രം എന്ന ബിംബത്തിനപ്പുറത്ത് തെറ്റുകൾക്ക് മേലുള്ള ദാവീദിൻ്റെ പശ്ചാത്താപത്തിന് ഒരു വല്ലാത്ത ഗോത്ര സ്വഭാവമുണ്ട്. അത് ആ പശ്ചാത്താപം തലമുറകളോളം നിലനിൽക്കേണ്ട പശ്ചാത്താപമാണ്. താൻ കുറ്റക്കാരനാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നിടത്ത് ദാവീദ് കിടന്ന് കരഞ്ഞ്, തലതല്ലിക്കരഞ്ഞ്, വല്ലാതെ ചാരം പുതച്ച് കിടന്ന് രാജാവിൻ്റെ ആടയാഭരണങ്ങളും രാജാവിൻ്റെ കിരീടവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദാവീദ് ചാരത്തിൽ കിടക്കുകയും വല്ലാതെ കരയുകയും വല്ലാതെ പശ്ചാത്തപിക്കുകയും ചെയ്തത് ഒരു മനുഷ്യകുലത്തിന് പാഠമാകുന്ന ഒരു സന്ദേശമാണ്. അത് മനുഷ്യനെന്ന് പറയുന്ന ബലഹീനൻ്റെ എല്ലാ ജീവിതത്തിൽ അവസാനം വരെ പിന്തുടരേണ്ട ഒരു പാപസങ്കീർത്തനത്തിൻ്റെ മാതൃകയാണ് ദാവീദ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗോത്രസങ്കല്പത്തെ വേറൊരു രീതിയിൽ എന്നെ ബോധ്യപ്പെടുത്തി തരാൻ പല പിതാക്കന്മാർക്കും കഴിയും. ചില വെളിപാടുകൾ, അതാണ് വിശുദ്ധ പൗലോസ് ചെയ്യുമ്പോഴും മോസസ് ചെയ്യുമ്പോഴും. മോസസിലൂടെ കാണിച്ചത് ലീഡർഷിപ്പ് ക്വാളിറ്റിയെ പറ്റിയാണ്. ഒരു സമൂഹത്തെ ഒത്തുകൂട്ടിക്കൊണ്ട് 41 വർഷം ഒരു സമൂഹത്തെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന് പാലും തേനും ഒഴുകുന്ന ഒരു നഗരം കാണിച്ചു കൊടുക്കുന്നിടത്ത് മരണപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ അനുഭവിച്ച സങ്കടങ്ങളുടെ വഴിയും ഒപ്പം ഈ ഒരു നേതൃത്വപരമായി ഇതിനെ കൂട്ടിയോജിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്ന വിക്കനായ മോസസ്, സംസാരിക്കാൻ പ്രാപ്തിയില്ലാത്ത മോസസ്. പക്ഷേ മോസസാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘാടകൻ. നമ്മൾ സംഘാടനത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ മോസസിനെ പഠിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കണ്ടെത്തലുകൾ നമ്മുടെ കൊച്ചിലേ തൊട്ട് ഏതൊരു ക്രിസ്ത്യാനിയും ബാല്യത്തിൽ മുതൽ കേട്ടു വളരുന്ന ബൈബിൾ കഥകളുടെ പശ്ചാത്തലം നമ്മളെ വല്ലാതെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് 3 രൂപതകളിൽ 3 സംഘങ്ങളുണ്ട്. അസീസി കൊല്ലത്തു നിന്നും, കാഞ്ഞിരപ്പള്ളി അമല കാഞ്ഞിരപ്പള്ളി രൂപതയുടേതായിട്ടും, പാലാ രൂപതയുടെ പാലാ കമ്മ്യൂണിക്കേഷനും. ഈ 3 സംഘങ്ങൾക്കും ഏതാണ്ട് കഴിഞ്ഞ 10 വർഷത്തിന് മുകളിലായി തുടർച്ചയായി നാടകം എഴുതിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ്. അൽഫോൺസാമയെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുമ്പോൾ അൽഫോൺസാമയുടെ ജീവിതം നാടകമാക്കാനും അൽഫോൺസാമ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെടുന്ന ദിവസം ആ നാടകം ഭരണങ്ങാനത്ത് ഉദ്ഘാടനം ചെയ്യാനും ഉള്ള ഭാഗ്യം ലഭിച്ച ഒരു നാടകകൃത്താണ് ഞാൻ. അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ഒരുപാട് ലഭിച്ചിട്ടുള്ള ഒരു നാടകകൃത്താണ്. പിതാക്കന്മാർ പറഞ്ഞിട്ട് ബൈബിൾ നാടകങ്ങൾ എഴുതാൻ ഭാഗ്യം ലഭിക്കുക, മോസസിനെ പറ്റി പാലാ രൂപതയിലെ മെത്രാൻ പറഞ്ഞിട്ട് എഴുതുക, കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്നും പൗളിൻ വർഷമായി പോപ്പ് പ്രഖ്യാപിക്കപ്പെട്ട അതേ വർഷമാണ് അറക്കൽ പിതാവ് പറയുന്നത് ഫ്രാൻസിസ് പൗലോസിൻ്റെ ജീവിതം നാടകമാക്കണമെന്ന് പറയുമ്പോൾ വിശുദ്ധ പൗലോസ് നാടകം അരങ്ങിലെത്തിച്ചുകൊണ്ട് ബൈബിൾ നാടകത്തിൻ്റെ ബിംബാവലിയായ ചട്ടവട്ടങ്ങളെ ലംഘിച്ചു കളഞ്ഞു ഞങ്ങൾ. ഒപ്പം തന്നെ ഇപ്പോൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദാവീദിൻ്റെ കിന്നരം. മറ്റൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായി
ഒരു ബൈബിൾ നാടകത്തിന് രചനയ്ക്ക് അവാർഡ് കിട്ടുന്നത് എനിക്കാണ്. അബ്രഹാം എന്ന നാടകത്തിന് 2014 മികച്ച രചനയ്ക്കുള്ള അവാർഡ് കിട്ടുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ കൊച്ചു ജീവിതത്തിൽ, ഈ യാത്രയിൽ എനിക്ക് ദൈവം സമ്മാനമായി തന്നിട്ടുണ്ട്. അബ്രഹാം നാടകമൊക്കെ ചെയ്യുമ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള അന്വേഷണങ്ങളിൽ ആ വിശുദ്ധരുടെയൊക്കെ സാന്നിധ്യം നമ്മൾ വല്ലാതെ അനുഭവിക്കുക. ഒരു നാടകം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു വാചകം എഴുതി കഴിയുമ്പോൾ, ദൈവമേ ഇത് ഞാനാണോ എഴുതിയത്, ഇതെനിക്ക് എങ്ങനെ എഴുതാൻ കഴിഞ്ഞു എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ. നമ്മളെ വേറെ ആരോ രചനയിലേക്ക് കൈപിടിച്ച് നയിക്കുന്നത് പോലെ, നമ്മൾക്കറിയാൻ വയ്യാത്ത ഏതൊക്കെയോ മേഖലകൾ മറ്റാരോ നമുക്ക് വേണ്ടി തുറന്നു തരുന്നത് പോലെ ഒക്കെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. എഴുത്തിൻ്റെ ഒരു വല്ലാത്ത മേഖലകളിലേക്ക് നമ്മളെ കൂട്ടുപിടിച്ചു കൊണ്ടുപോവുക. ഹെർമൻ ഹെസ്സയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു നാടകം എഴുതുമ്പോൾ ഹെർമൻ ഹെസ്സയുടെ പിന്നിൽ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുക. ദാവീദിൻ്റെ കിന്നരം എഴുതുമ്പോൾ ദാവീദിൻ്റെ ഒപ്പം നിന്ന് സങ്കീർത്തനം പാടുന്നത് പോലെ എനിക്ക് തോന്നുക. അങ്ങനെ ദൈവികമായ ഒരുപാട് കൃപകൾ ആരൊക്കെയോ പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിൽ നേടിത്തന്നിട്ടുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ 10-12 വർഷമായി ഒരു മുറിയിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരുന്ന് അമ്മ കണക്ക് പറയും. എൻ്റെ അമ്മ ഒരു ദിവസം നിനക്ക് വേണ്ടി 2 ജപമാല എത്തിക്കാറുണ്ടെന്നൊക്കെ പറയും. അങ്ങനത്തെ ഒത്തിരി പ്രാർത്ഥനാ സഹായങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ എഴുത്തിൻ്റെ വഴിയിൽ എനിക്ക് അറിവായി, അക്ഷരമായി, ജ്വാലയായി, തീയായി എൻ്റെ മനസ്സിൽ എന്നും ജ്വലിച്ചു നിൽക്കുന്നത് എന്ന് വിശ്വസിക്കുക. അതാണ് സത്യവും. നിങ്ങളെന്ന് വിശ്രമിക്കുക. ഞാൻ മോനോടൊപ്പം പോയി ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങി വരാം. എനിക്കൊരു മകൻ ജനിക്കും, സാറാ ഒരു പുത്രനെ പ്രസവിക്കും എന്ന് ദൈവദൂതന്മാർ പറഞ്ഞപ്പോ സാറാ ജനിക്കും. എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ദൈവം വാക്ക് പാലിച്ചു. അദ്ദേഹത്തിന് അസാധ്യമായി ഈ ലോകത്ത് എന്താണുള്ളത്? നീ അബ്രഹാമിന്റെയും സാറായുടെയും മകനല്ല, ദൈവത്തിന്റെ മകനാ. അബ്രഹാം തേരാവിന്റെ പുത്രനല്ല, ദൈവത്തിന്റേതാണ്. ഈ ലോകവും അതിലെ സമസ്ത ജീവജാലങ്ങളും ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. ദൈവമേ, ഇതാ ഞാൻ ദഹനബലിയായി എന്റെ മകനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ തക്ക വിധം നീ എന്നെ ഭയപ്പെടുന്നു എന്ന് എനിക്ക് ഉറപ്പായി. അതിനാൽ ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നീ മകനെയാണ് മറ്റെന്തിനേക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ലോകാവസാനം വരെ
നീ സ്മരിക്കപ്പെടും. ശത്രുവിന്റെ നഗര കവാടങ്ങൾ നിന്റെ സന്തതികൾ പിടിച്ചടക്കും. കാലം ഇനിയുമേറെയുണ്ട്. ഇനിയും ഈ തൂലികാമുനമ്പിൽ നിന്നും മഷിപ്പൂക്കൾ വിരിയും. ചേതോഹാരിതമായ അനേകം കഥാപാത്രങ്ങൾ പിറവിയെടുക്കും. അനീതിക്കും അക്രമത്തിനുമെതിരെ ചാട്ടവാറടിയേക്കുന്ന പീഡിതന്റെ ചങ്കൂറ്റമായി നാടകം ചാട്ടുളി പോലെ സമൂഹത്തിലേക്ക് ചൂഴ്ന്നിറങ്ങും. ബീതോവിന്റെ സിംഫണി പോലെ, മധുരമനോഹര ഗാനം പോലെ, നന്മയിറ്റ് വീഴുന്ന മനുഷ്യൻ്റെ കണ്ണിലെ കനവ് പൂക്കുന്ന കാലത്തെ പോലെ ഇനിയും ജനമനസ്സിലിടം തേടും നാടകവും ഈ നാടകകൃത്തും.